ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വെക്കേഷനൊക്കെ കഴിയാറായില്ലേ, അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു ചെറിയ ട്രിപ്പ് പോകാമെന്ന് കരുതി. അപ്പോൾ ഈ മുകളിലായിട്ട് കാണുന്ന പാറ ജഡായുപ്പാറയാണ് കേട്ടോ. ജഡായുപ്പാറ എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലേ, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പൊന്മുടിയിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പൊന്മുടി. നമുക്കിവിടുന്ന് 76 കിലോമീറ്ററാണ് പൊന്മുടിയിലേക്കുള്ളത്. ഇപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. സൈഡിലേക്കൊക്കെ നോക്കിയാൽ ചെറിയ ചെറിയ മലനിരകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൊന്മുടി ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കാറിലാണ് പോകുന്നതെങ്കിൽ കാർ പാർക്കിംഗ് ചാർജ് 40 രൂപ കൂടിയാകും. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുകളിലേക്ക് പോകേണ്ടതുണ്ട്. പോകുന്ന വഴിയിലെ കാഴ്ച വളരെ മനോഹരമാണ്. ഇരുവശങ്ങളും മരങ്ങളും കാടുകളും വെള്ളമൊക്കെ ഒഴുകി വന്ന ചെറിയ ചെറിയ ചാലുകളും ഒക്കെയായിട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ യാത്ര. അങ്ങോട്ടേക്ക് പോകുന്ന വഴി കുറേയേറെ വളവുകൾ കയറി വേണം പോകാനായിട്ട്. 22 ഹെയർ പിൻ വളവുകളാണുള്ളത്. ഇടയ്ക്ക് വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ കാണാനും ചായ കുടിക്കേണ്ടവർക്ക് ചായയൊക്കെ കുടിക്കാനും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ കടകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം തെളിഞ്ഞ അന്തരീക്ഷമായതിനാൽ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയായിരുന്നു കാണാനായിട്ട്. സൈഡിലായിട്ട് തേയിലത്തോട്ടവും മലനിരകളും ചെറിയ കോടമഞ്ഞും ഒക്കെ കൂടി കാണാൻ നല്ല വ്യൂ ആയിരുന്നു. അവിടെ വണ്ടി നിർത്തി മലനിരകളുടെ ഭംഗി ആസ്വദിക്കാനും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇവിടെ നമ്മളെടുത്ത ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട്. ഇനി ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇവിടെ അത്യാവശ്യം ഫുഡ് കഴിക്കാനും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്ക് അടുപ്പിച്ചാണ് ഞങ്ങളവിടെ എത്തിയത്. ഇവിടെയായിട്ട് നിറയെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. 2 വീലറും 4 വീലറും 2 ഭാഗത്തായിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. നമ്മളെത്തിയപ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ കാണാൻ വളരെ മനോഹരമായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ മലയുടെ മുകളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. നമുക്കിവിടെ ചുറ്റിനും കാണാൻ കഴിയുന്നത് മലനിരകളാണ്.
ഇവിടെ നമ്മൾ കണ്ട് ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. വളരെ മനോഹരമായിരുന്നു. നമ്മളിവിടെ എത്തിയത് ഉച്ചയായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കാറ്റ് വീശുന്നത് കൊണ്ട് നമുക്ക് വെയിലിൻ്റെ ചൂടൊന്നും അങ്ങനെ അനുഭവപ്പെടുന്നില്ല. അമ്പാടിയും കണ്ണനൊക്കെ വളരെ ആവേശത്തിലാണ് കേട്ടോ. പാറയിലൊക്കെ ഒന്ന് കയറി പറ്റാനുള്ള തത്രപ്പാടിലാണ് അമ്പാടി. ഇവിടെ നിന്ന് മലയുടെ താഴ്വാരങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഓരോ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഓരോ വ്യൂ ആണ് അവിടെ കാണാനായിട്ടുള്ളത്. ഇവിടേക്ക് വരാൻ പറ്റുന്നവർ കഴിവതും വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥലമാണിത്. മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളമൊക്കെ കരുതിയിരിക്കണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ ആവശ്യമായതോ ഒക്കെ ഒന്ന് കരുതിയിട്ട് പോകുന്നത് നന്നായിരിക്കും. ഈ മലയ്ക്ക് മുകളിൽ നമുക്കിവിടെ ഒന്നും അവൈലബിൾ അല്ല. അതിൻ്റെ താഴെയാണ് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നത്. നമ്മളിപ്പോൾ ആ കാണുന്ന മലയിൽ നിന്ന് ഇറങ്ങി അടുത്ത മലയിലേക്ക് കയറുകയാണ് കേട്ടോ. എല്ലാവരും ഒരു മല കയറി ഇറങ്ങിയപ്പോൾ തന്നെ ക്ഷീണിച്ചതാവുന്ന വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ബാക്കിയൊക്കെ കയറിയത്. ഇതേ ഇപ്പോൾ ഇവിടുന്ന് കാണുന്നത് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ആ റോഡും ഒക്കെയാണ്. നമ്മൾ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അവിടുന്ന് മല ഇറങ്ങിയതിന് ശേഷം നമ്മൾ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇവിടെ അത്യാവശ്യം നമുക്ക് ടോയ്ലറ്റ് സൗകര്യവും കഴിക്കാനും പിന്നെ എന്തെങ്കിലും വനവിഭവങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സൗകര്യം ഇവിടെയുണ്ട്. നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്ത് അവിടെ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈം ആയപ്പോഴേക്കും അവിടെ ചെറുതായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ തന്നെ ചെറിയ കോടമഞ്ഞൊക്കെ ആയി തുടങ്ങി കേട്ടോ. ഇത് നമുക്ക് ദൂരെ മലകളിൽ മാത്രമേ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്കങ്ങനെ തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് കേട്ടോ അവിടുത്തെ കാലാവസ്ഥ മാറിയത്. ഒരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ. ഇപ്പോൾ അതേ നമ്മൾ കണ്ട അതേ സ്ഥലം തന്നെയാണ്. അവിടെ പെട്ടെന്ന് തന്നെ കോടമഞ്ഞ് വന്ന് മൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൂരത്തുള്ള സ്ഥലങ്ങളൊന്നും തന്നെ കാണാനായിട്ട് പറ്റുന്നില്ല. അത്രയ്ക്ക് മഞ്ഞ് വന്ന് മൂടിയിട്ടുണ്ട്. നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യാനായിട്ടുണ്ട്. അത് നമ്മൾ പറയുന്നതിലുപരി നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ടുന്ന ഒരു എക്സ്പീരിയൻസാണ്. അപ്പോഴും കുറച്ച് നേരം മഴയുണ്ടായിരുന്നുള്ളൂ. മഴ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ മഞ്ഞൊക്കെ ചെറുതായിട്ട് വീണ്ടും മാറി തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് ഇറങ്ങി. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ മലനിരകളിലെല്ലാം നമ്മൾ നേരത്തെ കണ്ട അതേ മലകളാണിതെല്ലാം. അവിടെയെല്ലാം നന്നായിട്ട് കോടയായിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയപ്പോഴും ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോഴും ഉള്ളൊരു വ്യത്യാസം വീഡിയോയിൽ കാണാനാകും.
ഇവിടെയൊക്കെ നന്നായിട്ട് മഞ്ഞ് മൂടി കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ആ മലയിലേക്ക് ഒന്നുകൂടി കയറാനായിട്ട് പോയി. കാരണം നമ്മൾ ആദ്യം പോയപ്പോൾ അവിടെ അങ്ങനെ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും മലയിലേക്ക് തന്നെ കയറിപ്പോയി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭവമായിരുന്നു കേട്ടോ അത്. നല്ല തണുപ്പും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ അപ്പോഴുണ്ടായിരുന്നു. നമ്മൾ വന്ന ദിവസം നമുക്ക് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. വന്നപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ തെളിഞ്ഞ അന്തരീക്ഷം എങ്ങനെയാണെന്നോ അതേപോലെ തന്നെ മഴ എന്താണെന്ന് അറിയാൻ പറ്റി. കോടമഞ്ഞ് ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റി. ഏതായാലും വരാനായിട്ട് തിരഞ്ഞെടുത്തൊരു ദിവസം വളരെ നന്നായി എന്ന് തോന്നി. നമ്മൾ ആദ്യം കയറിയ അതേ ഒരു മല തന്നെയാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മഞ്ഞുണ്ട്. നമ്മൾ മുകളിലെത്തിയപ്പോഴത്തേക്ക് നല്ല കാറ്റായിരുന്നു അവിടെ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട മലനിരകളൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ എല്ലാം നന്നായിട്ട് കോട മഞ്ഞ് നല്ല മൂടൽ മഞ്ഞായിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരു മഴയായതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ അങ്ങനെ കോട്ടോ കുടയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് നേരം നമ്മളവിടെ നിന്നില്ല. എല്ലാവരും നന്നായിട്ട് നനഞ്ഞു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. ഏതായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. ആദ്യത്തെ യാത്രയിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാ കാലാവസ്ഥയും അവിടുന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. നമുക്കവിടെ കാണാനുള്ള കാഴ്ചകൾക്കൊപ്പം തന്നെ അനുഭവിച്ചറിയേണ്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് പൊന്മുടി. ഓരോ മലനിരകളിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പലതരത്തിലുള്ള ഇമ്പമുള്ള കാഴ്ചകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മഴയത്തും വെയിലത്തും വ്യത്യസ്തമായി പ്രകൃതി ഒരുക്കി തരുന്ന മനോഹാരിത നമ്മൾ കണ്ടും അനുഭവിച്ചും ആസ്വദിച്ചും അറിയേണ്ടുന്ന ഒന്ന് തന്നെയാണ്. ഏതായാലും ഈ യാത്ര ഞങ്ങൾക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നു. ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്കും ഇതൊക്കെ കുറേയൊക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മളവിടെ നിന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രിയായി. അപ്പോൾ വരുന്ന വഴി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയും പുത്തൻ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.